ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് സോയ കൊണ്ട് ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിയാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. ബീഫ് കട്ട്ലേറ്റിൻ്റെ അതേ രുചിയിൽ തന്നെയുള്ളൊരു കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ സോയ കൊണ്ട് ഉണ്ടാക്കിയാൽ. അതിനുവേണ്ടി നമ്മൾ 1.5 കപ്പ് സോയ എടുത്തിട്ട് നല്ല രീതിയിൽ വേവിച്ചിട്ട് യൂസ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ. പിന്നെ നമ്മൾ 2 പൊട്ടറ്റോ എടുത്തു, നന്നായി പുഴുങ്ങിയെടുത്ത് നല്ല രീതിയിലൊന്ന് ഉടച്ച് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റി വയ്ക്കുക. പിന്നെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടായിരുന്നു സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ മതി കേട്ടോ. വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോയ ക്രഷ് ചെയ്തതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിച്ച് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക, ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ആദ്യം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവോളയുടെ ഒരു മസാല അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ച് കൈകൊണ്ട് കുഴച്ച് നല്ല രീതിയിൽ കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 മുട്ടയും പൊടിച്ചൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കുക. നോർമലി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലെടുക്കുക. ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് ഇനി പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് വറുത്ത് കോരിയെടുക്കുക കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ. പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് ഇട്ട വഴിക്ക് അങ്ങ് കരിഞ്ഞു പോവുകയും. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ട്ലേറ്റ് തന്നെയാണ്. അത് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നന്നായി അരിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള കട്ട്ലേറ്റ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തേക്ക് കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റ് നോക്കിയേ, എനിക്കത് കുറച്ചധികം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് പകുതി എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചു. ബാക്കി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഒരു 9 കട്ട്ലേറ്റുകളും ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കി വന്നപ്പോഴേക്കും എൻ്റെ മോള് എടുത്ത് കൊണ്ടുപോയി കഴിച്ചു. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് പൊടിച്ച് നോക്കിയിട്ട് കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.